ഉറപ്പിച്ച പൊന്നിന്റെ മേലെ കൈവച്ച ആ സഖാക്കളോട്, ദേവസ്വം കമ്മിറ്റിയോട്, ദേവസ്വം മന്ത്രിയോട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് മാപ്പില്ല. ഈ കേരള ജനത നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ മേലെ കൈവച്ച നിങ്ങൾക്ക് മാപ്പില്ല. ആചാരങ്ങൾ ലംഘിക്കുന്നതിന് വേണ്ടി വനിതകളെ പടികയറ്റുന്നതിന് പോലീസിന്റെ ഒത്താശയോടുകൂടി ആ മല കയറ്റുന്നതിന് നേതൃത്വം കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും കേരളത്തിന്റെ ദേവസ്വം മന്ത്രിയോടും നിങ്ങൾക്ക് മാപ്പില്ല. ഏറെ പ്രിയങ്കരനായ പത്തനംതിട്ട ജില്ലയുടെ ഏറെ പ്രിയങ്കരനായ വികസന നായകൻ, ഇന്നത്തെ സ്വീകരണത്തിന്റെ ഉദ്ഘാടകൻ, ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും പ്രഥമ പദത്തിലിരുന്നു കൊണ്ട് എംപിമാരെ ഏകോപിപ്പിക്കുന്ന ഞങ്ങളുടെയൊക്കെ ഗുരുതുല്യനായ ആന്റോ ആന്റണി എംപിയോടൊപ്പം ഇതാ കോന്നിയുടെ പ്രിയങ്കരനായ മുൻ മന്ത്രി, ഞങ്ങളുടെ പാലക്കാട്ടുകാർക്ക് പോലും മെഡിക്കൽ കോളേജ് നൽകിയിരുന്ന ഞങ്ങളുടെ അന്നത്തെ വികസനത്തിന്റെ നേതാവ്, വികസനം നടപ്പിലാക്കിയ അന്നത്തെ നമ്മുടെ മന്ത്രി, കോന്നിയുടെ പ്രിയങ്കരനായ പുത്രൻ, അമ്മമാരുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന അടൂരിന്റെ പ്രിയങ്കരനായ അടൂർ പ്രകാശ് എന്ന് പറയുന്ന അച്ചിങ്ങലിന്റെ എംപി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകൊത്തളങ്ങൾ പിടിച്ചടക്കി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പടികയറിയ ഞങ്ങളുടെ ഗുരുതുല്യരായ, ഞങ്ങൾക്കൊക്കെ ആശീർവാദങ്ങൾ നൽകി പാർലമെന്റിനകത്ത് എങ്ങനെ ആയിരിക്കണമെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന അടൂർ പ്രകാശ് എംപിയോടൊപ്പം ഇതാ വിൽസൺ എംഎൽഎ, കോവളത്തിന്റെ പ്രിയങ്കരനായ വികസന നായകൻ, കെപിസിസിയുടെ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച യാത്ര കൊല്ലം പിന്നിട്ടുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ ആയിരക്കണക്കിന് വിശ്വാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. നിറഞ്ഞ കൈയടിയോട് കൂടി, നിറഞ്ഞ മുദ്രാവാക്യം വിളികളോട് കൂടി ഈ വേദിയിലേക്ക് നമുക്ക് അടൂർ പ്രകാശ് എംപിയെ, ജാഥാ നായകനെ കൈയടിച്ച് സ്വീകരിക്കാൻ കൈയടിയോട് കൂടി അദ്ദേഹത്തിനൊപ്പം കടന്നു വരുന്ന ഉദ്ഘാടകൻ, ഏറെ പ്രിയങ്കരനായ ആന്റോ ആന്റണി എംപി ഉൾപ്പെടെ, വിൽസൺ എംഎൽഎ ഉൾപ്പെടെ, ജാഥയിലെ മാനേജർ, ഈ ജില്ലക്കാരൻ കൂടിയായ കെപിസിസിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട മധുചേട്ടൻ ഉൾപ്പെടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഈ വേദിയിലേക്ക് നിറഞ്ഞ കയ്യടിയോടുകൂടി കോന്നിയുടെ പ്രിയങ്കരനായ അടൂർ പ്രകാശ് എംപി ഈ വേദിയിൽ ഇതാ പത്തനംതിട്ട എംപിയോടൊപ്പം കടന്നു വന്നിരിക്കുന്നു. സ്വാമിയെ അയ്യപ്പോ പള്ളിക്കട്ട് പള്ളിക്കട്ട് കല്ലും മുള്ളും കല്ലും മുള്ളും സ്വാമിയെ അയ്യപ്പോ സ്വാമിയെ അയ്യപ്പോ സ്വാമിയപ്പ ശരണമപ്പ സ്വാമിയപ്പ ശരണമപ്പ നെയ്യഭിഷേകം കർപ്പൂര ദീപം നെയ്യഭിഷേകം കർപ്പൂര ദീപം അവലും മലരും അവലും മലരും അവലും മലരും സ്വാമിയെ അയ്യപ്പോ. ആ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ മേലെ കളങ്കം വരുത്തിയ ഒരു സഖാക്കളെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും പ്രതികളെയും തുളുങ്കി നടക്കുന്നവരെ സമര പോരാട്ടങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമ്പോൾ ഊർജ്ജസ്വരമായിട്ടുള്ള വരവേൽപ്പ് കോന്നിയുടെ പുത്രനായ, കോന്നിയുടെ മുൻ വികസന നായകൻ, മുൻ കേരളത്തിന്റെ മന്ത്രി, പാലക്കാടും കോന്നി ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് ഈ നാടിന് സമ്മാനിച്ച പ്രിയങ്കരനായ അടൂർ പ്രകാശ് എംപി, ജാഥാ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റൻ, ഏറെ പ്രിയങ്കരനായ കോവളത്തിന്റെ വികസന നായകൻ, പ്രിയങ്കരനായ വിൽസൺ എംഎൽഎയും ജാഥാ മാനേജർ പഴകുളം മധുസാറിനെയും ഹൃദയാഭിവാദ്യം നേർന്നുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ ഏറെ പ്രിയങ്കരനായ പ്രസിഡന്റ്
നമ്മുടെ സമ്മേളന നടപടികൾ ആരംഭിക്കുകയാണ്. വളരെ ദീർഘമായി നമ്മളോട് സംസാരിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ രമ്യ ഹരിദാസ് എക്സ് ഈ നാടിന്റെ നന്ദിയും സ്നേഹവും ഇവിടെ അറിയിക്കുകയാണ്. നമ്മുടെ സമ്മേളനത്തിന് അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് സംഘാടക സമിതിയുടെ ചെയർമാൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗം ശ്രീ മാത്യു കുളത്തിങ്കൽ അവർകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി നമ്മളുടെ സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രിയപ്പെട്ട അഭിഷേക് രാജീവിന്റെ കീർത്തനത്തോടുകൂടി നമ്മുടെ ഈ സമ്മേളന നടപടികൾ ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട അഭിഷേകിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും ദയവായി നിശബ്ദതയോടുകൂടി നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണം. ഈ കീർത്തനം ആലപിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അഭിഷേകിനെ സ്വാഗതം ചെയ്യുന്നു. സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന KPCC അംഗം, ഈ പരിപാടിയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ ചെയർമാനുമായിരിക്കുന്ന പ്രിയപ്പെട്ട മാത്യു കുളത്തിങ്കൽ അവർ, ഏറ്റവും ബഹുമാന്യനും ആദരണീയനും ആയ നമ്മുടെ ജാഥ ക്യാപ്റ്റൻ UDF-ന്റെ സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് അവർ, ബഹുമാന്യനായ കോവളം MLA ശ്രീ വിൻസെന്റ് അവർ, ബഹുമാന്യനായ DCCയുടെ പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ അവർ, ബഹുമാന്യനായ നമ്മുടെ പത്തനംതിട്ട MP ശ്രീ ആന്റോ ആന്റണി അവർ, ബഹുമാന്യനായ KPCC അംഗം KPCC ജനറൽ സെക്രട്ടറി ശ്രീ പഴകുളം മധു അവർ, ബഹുമാന്യനായ KPCCയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട MM നസീർ അവർ, നമ്മളെ ഇത്രയും നേരം ഇവിടെ വളരെ മനോഹരമായി ഈ പ്രതിഷേധ സമരത്തിന്റെ കാര്യങ്ങളെ കുറിച്ച്
നമ്മളെ കേൾപ്പിച്ച് വളരെ മനോഹരമായി കേൾപ്പിച്ച് പാട്ടുപാടിയും നമ്മളെ വളരെ ഇരുന്ന പ്രിയപ്പെട്ട രമ്യ ഹരിദാസ് മുൻ MP അവർ ഈ സദസ്സിൽ വരുന്ന KPCCയുടെയും DCCയുടെയും ഭാരവാഹികൾ, ബഹുമാനരായ പോഷക സംഘങ്ങളുടെ ഭാരവാഹികൾ, ബഹുമാനരായ ഘടകകക്ഷികളുടെ ഭാരവാഹികൾ, മണ്ഡലം ബഹുമാനരായ തണ്ണിത്തോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട R ദേവകുമാർ അവർ, കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമ്പിളി, ബഹുമാന്യ ഗ്രാമപഞ്ചായത്തിലെ വിശ്വാസ സമൂഹങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, KPCCയുടെ നിർദ്ദേശപ്രകാരം ശബരിമല സ്വർണ്ണക്കൊള്ള കവർച്ചയുമായി ബന്ധപ്പെട്ട് 4 മേഖലകളുടെ ജാഥകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തെക്കൻ മേഖലാ ജാഥ നമ്മുടെ മുൻ MLAയും മന്ത്രിയുമായിരിക്കുന്ന ശ്രീ അടൂർ പ്രകാശ് അവർ തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളെ നയിച്ചുകൊണ്ട് ആ ജാഥ ഇവിടെ കോന്നി നിയോജക മണ്ഡലത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ജനനായകനെ ഒരു നോക്ക് കാണുന്നതിനും ഈ ജാഥയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനും വേണ്ടി കലഞ്ഞൂർ നിയോജക മണ്ഡലത്തിന്റെ തുടക്കം മുതൽ ഈ സമയം വരെ ഇത്രത്തോളം സമയം എടുത്തതിന്റെ കാരണം തന്നെ ഈ ജനങ്ങളെയൊക്കെയും അഭിവാദ്യം ചെയ്തു വന്നതുകൊണ്ടാണ്. ശബരിമല എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് തന്നെയല്ല, കേരളം മൊത്തം, ഒരുപക്ഷെ ഭാരതത്തിലുടനീളം വളരെയധികം വലിയ കോടിക്കണക്കിന് വിശ്വാസികളുള്ള ഒരു ക്ഷേത്രമാണ്. ഒരു മതേതര സ്വഭാവമുള്ള ഈ ക്ഷേത്രത്തിന്റെ പരിപാവനതയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ടും അവിടെ ദേവന് സമർപ്പിച്ചിട്ടുള്ളതും ആയ സ്വർണ്ണങ്ങൾ കട്ടുകൊണ്ടും അതുപോലെ തന്നെ ദാരുശില്പങ്ങളെ പൊതിഞ്ഞിട്ടുള്ള സ്വർണം കബളിപ്പിച്ച് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരും ദേവസ്വം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ജനങ്ങൾ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ജാഥ ഇവിടെ നയിക്കുന്നത്. ഈ ജാഥയിലുടനീളം എവിടെ തുടങ്ങിയോ അവിടെ എല്ലാം ജനലക്ഷങ്ങളുടെ ഒരു സമീപനം നമ്മൾ കണ്ടു. അതിനർത്ഥം നമ്മളുടെ പ്രിയപ്പെട്ട അയ്യനെ, ഈ കാനനവാസനായ അയ്യപ്പനിൽ എത്രത്തോളം ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പൗരന്റെ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഇത് ഭരിക്കുമ്പോൾ ജനങ്ങൾ തെരുവിൽ ഇറങ്ങും എന്നുള്ളതിൽ യാതൊരു പ്രിയപ്പെട്ട സഹ ക്യാപ്റ്റൻ ബഹുമാനായ സഹ ക്യാപ്റ്റൻ കോവളം MLA M. വിൻസെന്റ് അവരുടെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജാഥ മാനേജറായിരിക്കുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പഴകുളം പ്രിയപ്പെട്ട ശ്യാമസ്വാമിയെയും ടീമിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ വളരെയേറെ പേരുകൾ ഇവിടെ പറയാനുള്ളത് കൊണ്ട് സമയം അതിക്രമിച്ചിരിക്കുന്നതുകൊണ്ടും കടന്നു വന്നിരിക്കുന്ന ബൂത്ത് ഭാരവാഹികൾ, വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ബ്ലോക്ക് ഭാരവാഹികൾ എല്ലാവരെയും, അതോടൊപ്പം തന്നെ ഈ വിശ്വാസികളായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ദേശവാസികളെ, വ്യാപാരി സുഹൃത്തുക്കളെയും എല്ലാവരെയും, ആരെയെങ്കിലും വിട്ടുപോയ ജനപ്രതിനിധികളെ ഉൾപ്പെടെ എല്ലാവരെയും शास्त्री तुभ्यं नमो
നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് നിരീശ്വരവാദികളാണ്. ഞങ്ങളൊക്കെ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അടൂർ പ്രകാശ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ, വിൻസെന്റ് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഞങ്ങളൊക്കെ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷേ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരാൾ പോലും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അവർ ദൃഢപ്രതിജ്ഞയാണ് എടുത്തത്. നിരീശ്വരവാദികളാണ് തങ്ങളെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. അവർ നിരീശ്വരവാദികളോ ഏത് വാദികളാണെന്നതിലും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ഈ സംസ്ഥാനത്തെ കോടാനുകോടി ജനങ്ങൾ അവരാരാധിക്കുന്ന ശബരിമലയുടെ പവിത്രതയെ തടങ്കപ്പെടുത്താൻ ഇവർ കടന്നു വരുമ്പോൾ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയരുമെന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. 2019 ജാനുവരി മാസം 2-ാം തീയതി ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ മനസ്സിൽ അഗ്നി കോരിയിട്ടുകൊണ്ടാണ് ശബരിമലയിൽ ഒരു ഭരണകൂടത്തിന്റെ മുഴുവൻ ഒത്താശയോടുകൂടി ആയിരക്കണക്കിന് പോലീസുകാരുടെ അകമ്പടി രഹനാഭാദ്യമയും അമ്മണിയും ഒക്കെ പിണറായി വിജയന്റെ പദ്ധതികളായി ശബരിമലയുടെ 16-ാം പടി ചവിട്ടാൻ തയ്യാറായി കടന്നു വന്നത്. അന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിച്ചത് നമ്മൾ കണ്ടു. അന്ന് ഈ കേരളത്തിലെ വിശ്വാസി സമൂഹം ഒറ്റക്കെട്ടായി കടന്നു വന്ന് ആ വിശ്വാസധ്വംസനത്തിനെതിരെ കൊടുങ്കാറ്റ് പോലെ ആഗ്രഹിച്ചത് നമ്മൾ കണ്ടു. അന്ന് എന്തെല്ലാം നാടകങ്ങളാണ് നമ്മൾ കണ്ടത്. അന്ന് കേരളത്തിൽ ഒരു നവോത്ഥാന സമിതി ഉണ്ടാക്കി. ആ നവോത്ഥാന സമിതി കേരളത്തിൽ മനുഷ്യ ചങ്ങല പിടിച്ചു. ആ നവോത്ഥാന സമിതിക്ക് വേണ്ടി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം ഇന്നും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ശബരിമലയെ അവഹേളിക്കുക മാത്രമല്ല, ശബരിമല അയ്യപ്പസ്വാമിയെ അവഹേളിക്കുക മാത്രമല്ല, ശബരിമലയിലെ തന്ത്രിയുടെ ബ്രഹ്മചര്യത്തെ പോലും പരിഹസിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ പ്രസംഗങ്ങൾ ഇന്നും ദൃശ്യമാധ്യമങ്ങളിൽ സജീവമാണ്. നോട്ടീസ് എന്ന് വെച്ചാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരിക്കുന്നു. എന്താ പയ്യന്റെ പേരെന്താ? നിങ്ങൾക്ക് പേരറിയാവുന്ന അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. വിവേക് കിരൺ അല്ലേ? ഇപ്പോ മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി. എനിക്കിതുപോലെ 2 മക്കൾ ഉണ്ടായതാണ് ഞാൻ അഭിമാനം കൊള്ളുന്നത്. അവർ പുണ്യവാന്മാരാണ്, പുണ്യവതിയാണ്. ആരാ? ഒന്ന് വിവേക് കിരണും മറ്റൊന്ന് വീണ വിജയൻ. ഗേൾ ഓഫ് കേരള. അതാണ്. അപ്പൊ ഇവർ 2 പേരും 2 നല്ല മക്കളെ എനിക്ക് കിട്ടിയതാണ് എന്റെ ഭാഗ്യം എന്ന് പറയും. ഇവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ബഹുമാനായ മുഖ്യമന്ത്രി അയ്യപ്പ സംഗമം നടത്തുവാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവുണ്ടല്ലോ, MV ഗോവിന്ദൻ. ആ ഗോവിന്ദൻ ഒരു കാണാൻ പോയതാനെ പയ്യന്നൂരിലെ മാധവ വാര്യർ എന്ന് പറയുന്ന ഒരു മാധവ പൊതുവാട് എന്ന് പറയുന്ന ഒരു ജ്യോത്സ്യനെ കാണാൻ ചെന്നപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു വലിയ കുഴപ്പം പിടിച്ച സമയമാണ്. 3-ാം തവണ പിണറായി വിജയന് ആ കസേരയിൽ പോയി ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോ ഗോവിന്ദൻ ചോദിച്ചു, എന്താണ് ഇതിൽ പ്രതിവിധി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഗോവിന്ദന് കിട്ടിയ ഒരു പ്രതിവിധി പറഞ്ഞു കൊടുത്തതാണ് അയ്യപ്പ സംഗമം നടത്തുക. ആ അയ്യപ്പ സംഗമം നടത്തുവാൻ തീരുമാനമെടുത്തതിന്റെ
കൊള്ളകൾ ഓരോന്നായി. മല്ലയ്യ എന്ന് പറയുന്ന ഒരു വലിയ വ്യവസായി, അദ്ദേഹം അയ്യപ്പന്റെ ഒരു വലിയ ഭക്തനായി. ആ ഭക്തൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടെ അയ്യപ്പ ക്ഷേത്രത്തിന്റെയും അയ്യപ്പ വിഗ്രഹത്തിന്റെ അയ്യപ്പന്റെ എല്ലാ ഇടങ്ങളിലും സ്വർണം പതിക്കുവാൻ തീരുമാനിച്ചു. ഏതാണ്ട് 30 കിലോയിലധികം സ്വർണം, ആ 30 കിലോയിലധികം സ്വർണം അവിടെ കൊടുക്കുവാൻ തീരുമാനമെടുത്തപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ആരും ഇട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സ്വർണമൊന്നുമല്ല എന്ന് വെച്ചാൽ ആ സ്വർണത്തിന് ഞാൻ ഓരോരുത്തരും നോക്കുക. ദീനാമ റോഗിയുടെ കഴുത്തിൽ കിടപ്പുണ്ട്, നിങ്ങളെയൊക്കെ കഴുത്തിൽ കിടപ്പുണ്ട് സ്വർണം. ആ സ്വർണമല്ല, 24 ക്യാരറ്റ് സ്വർണം സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മല്ലയ്യ ചെയ്തത്. ഇത്രയും വർഷം കഴിഞ്ഞപ്പോഴേക്ക് എന്ത് പറ്റി? അവിടെയുള്ളതെല്ലാം പഠിച്ചുകൊണ്ട് പോയി, അവിടെയുള്ളത് മുഴുവനും കൊണ്ടുപോയി. ഇപ്പോ അവിടെയുള്ളത് ചെമ്പ് മാത്രം, സ്വർണ്ണ പാളികളെല്ലാം പോയിരിക്കുന്നു. ഒന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാർക്കും മാത്രമാണ് സ്വർണം അത് ചെമ്പാക്കാനുള്ള വൈദഗ്ധ്യമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരം ആണ് നമ്മൾ. അപ്പോൾ ആ അവസരം നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനായ KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ തീരുമാനമനുസരിച്ചാണ് 4 ജാഥകൾ പുറത്തുപോകാൻ തീരുമാനിച്ചത്. ഒന്ന് കാസർഗോഡ് നിന്നും, മറ്റൊന്ന് പാലക്കാട്ട് നിന്നും, മറ്റൊന്ന് മൂവാറ്റുപുഴയിലും. തെക്കൻ ജാഥയുടെ നേതൃത്വം ഇവിടെ നമ്മൾ തെക്കൻ ജാഥയുടെ നേതൃത്വം തിരുവനന്തപുരത്ത് നിന്നും ആരംഭിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് 3ാമത്തെ ജില്ലയിൽ ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ 3ാമത്തെ ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ ഒരു കാര്യത്തിൽ അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു, ഒരുപക്ഷെ ഒന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റമാണ് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരായ പോന്തിക്കാരുടെ മുമ്പിൽ ഞാനിവിടെ ഒന്നും ചെയ്യാത്തവനാണല്ലോ എന്നാണല്ലോ ഇവിടുത്തെ ഒരു വെപ്പ് വെപ്പല്ലേ അടൂർ പ്രകാശ് 4 തൂണ്. അപ്പോ ഒന്നും ചെയ്യാത്തവൻ, ഒന്നും ചെയ്യാൻ അറിയാത്തവൻ, ഒന്നും ചെയ്യാൻ അറിയാത്തവൻ ഇങ്ങനെ പലതും പറഞ്ഞ് പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഞാൻ ഒന്ന് മാത്രം പറയുന്നു, നമ്മുടെ ഇവിടെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള സ്വർണം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അടിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾ ആരും കൂട്ടു നിൽക്കരുതേ എന്ന് ഞാൻ നിങ്ങളോടല്ല പറയുന്നത്. ക്ഷമിക്കണം, നിങ്ങളോടല്ല പറയുന്നത്. കൂട്ടു നിൽക്കരുതേ എന്ന് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹായത്തിൻ്റെ ഓടി നടന്ന് അമ്പലങ്ങളുടെ കമ്മിറ്റി പണ്ട് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എല്ലാ മതിലുകളിലും ചുവരെഴുതും. എന്താണെന്നറിയോ? മതം മനുഷ്യനുമായിട്ടുള്ള കറുപ്പാണ്. അതുകൊണ്ട് മതം മനുഷ്യനുമായിട്ടുള്ള കറുപ്പാണ് എന്നുള്ളത് കൊണ്ട് ഈ സംഘടനകളിലൊന്നും നിങ്ങൾ ആരും മുസ്ലിം ദേവാലയങ്ങളുടെ കമ്മിറ്റികൾ പിടിച്ചെടുക്കുവാൻ നടക്കുന്നു, ക്രൈസ്തവ ദേവാലയങ്ങളുടെ കമ്മിറ്റികൾ പിടിച്ചെടുക്കുവാൻ നടക്കുന്നു. ഇവരെയൊക്കെ മനസ്സിലുള്ളത് മറ്റൊന്നുമല്ല, അവിടെ കടന്നുകൂടിയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന ധാരണയിലാണ് ഇവർ മുമ്പോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഓർക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അത്
നമ്മളെല്ലാവരും ഈശ്വര വിശ്വാസികൾ തമ്പുരാനെ സ്വീകരിക്കുന്നവർ ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. അതിനുള്ള അവസരം ഇവിടെ ശ്രീ റോബിൻ ബീച്ചും അതുപോലെ തന്നെ നമ്മുടെ മാത്യു മുളത്തിൽ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ബ്ലോക്ക് പ്രസിഡന്റുമാർ രണ്ടുപേരും സന്തോഷമുണ്ട് ചെയർമാൻ മുൻ ചെയർമാൻ ഇവിടെ ഉണ്ട്. അപ്പുറത്ത് അതാ മുൻ ചെയർമാൻ നമ്മുടെ പ്രിയപ്പെട്ട വാലയിൽ സാറപ്പുറത്ത് ഇരുന്നുണ്ട്. എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നിങ്ങൾ കാണിച്ച ഈ സ്നേഹത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും അത് അധികമായി പോകില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ഞങ്ങൾ സാധാരണഗതിയിൽ ഞങ്ങൾ വരുന്നത് ഇതുപോലെ ഒരു പരിപാടിക്ക് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം ആളാണ്. കുഴപ്പമില്ല. അപ്പോ ചെല്ലുന്നത് 10-5 മീറ്റർ അകലത്തിൽ ചെന്ന് വണ്ടിയിൽ കയറി അവിടേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് അങ്ങ് വല്ലങ്കട മുതൽ എന്നെ അവിടെ നിന്ന് ഞങ്ങളെ എല്ലാവരും സ്വീകരിച്ചു കൊണ്ടുവരുന്നു. ആ സ്വീകരണ പരിപാടി സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കാണിക്കുന്ന സ്നേഹവും വിശ്വാസവുമാണ് എന്ന് ഞാൻ ഈ തരണത്തിൽ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു.